ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് മല്ലി ചമ്മന്തിയാണ് ഉണ്ടാക്കണം. മല്ലിയില ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണത്. മല്ലിയില ചമ്മന്തി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാ വിഭവത്തെയും കൂടി കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് മല്ലി ചമ്മന്തി. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് ഞാൻ പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് മല്ലിയില, ഉപ്പ് ആവശ്യത്തിന്, നാളികേരം, വെളുത്തുള്ളി, ഇഞ്ചി, പുളി, ഇതാണ് മല്ലിയില. ഇതിന് ഞാൻ വൃത്തിയായി കഴുകി തണ്ടൊക്കെ വേണം. ഇതിൻ്റെ തണ്ട് കണ്ടില്ല, അതൊക്കെ ഇതിലേക്ക് നല്ലതാണ്. നമുക്ക് അരയ്ക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, വേഗം അരിയുന്ന സാധനമാണ്. ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ആ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണമാണെങ്കിൽ യൂസ് ചെയ്യുക, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഈ 2 കഷ്ണം കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. പച്ചമണം ഒന്ന് പോയാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഇനി 1 കപ്പ് നാളികേരം, ഈ നാളികേരത്തിൻ്റെ ഒപ്പം തന്നെ ഒരു 5 പച്ചമുളക്, നല്ല എരിവുള്ളതാണ്, നമുക്കൊന്ന് കീറിയിട്ടിട്ട് കൊടുക്കാം. തീ കമ്മി വെച്ചിട്ടോ തീ കൂട്ടി വെച്ചിട്ടോ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല ഇത്തിരി ബ്രൗൺ കളർ വരുന്ന പച്ചമണം നന്നായി പോകണം. അങ്ങനെ നമ്മുടെ തേങ്ങയും പച്ചമുളകും എല്ലാം പച്ചമണം പോയി നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇപ്പോൾ എത്ര എടുക്കണം എന്നില്ല. ഇപ്പം ഞാൻ ഇതിലൊരു കപ്പ് എടുത്തിട്ടുണ്ട്. മല്ലിയില എത്ര കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. മല്ലിയില നല്ല പോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിൽ അടുത്തത് ഇനി വേണ്ടത് പുളിയും ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ ഗ്യാസ് ഒന്ന് കമ്മിയാക്കട്ടെ. കമ്മിയാക്കി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മല്ലിയിലൻ്റെ പച്ചമണം നന്നായി പോകണം. നന്നായി ഇതാ പോയിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഇതിൽ ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കല്ലുപ്പ്. ഇനി നമുക്ക് വാളംപുളി, നമ്മളൊരു നെല്ലിക്ക വലിപ്പം, അതിപ്പോൾ ഇതങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ അത് കണ്ടില്ലേ, ഒരു നെല്ലിക്ക, അതായത് നാഴിനെല്ലിക്കൻ്റെ വലിപ്പം. അതിനെ നമ്മളതങ്ങനെ പിച്ചിട്ട് ഇട്ട് കൊടുക്കും. അവിടെ പുളി നോക്കിയിട്ട് ഇട്ടോളൂ. വീട്ടിൽ പുളി എങ്ങനെയാണ് അനുസരിച്ചിട്ട് ഇട്ടോളൂ. പുളി ഇല്ലെങ്കിൽ ഇടാണ്ടും അരയ്ക്കാം, പക്ഷെ പുളിയൊക്കെ ഇട്ട് അരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റി ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾക്ക് ഇപ്പോൾ ഗ്യാസ് ഞാൻ കമ്മിയാക്കി വെച്ചിരിക്കണം. ഗ്യാസ് നമുക്കൊന്ന് ഓഫാക്കി ഇടാം. ഇത് നല്ല പോലെ ഒന്ന് ചൂടാറണം, എന്നാലേ നമുക്കൊന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് നല്ലോണം ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്, നമുക്കിതിലേക്ക് അരയ്ക്കാൻ. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, നോക്കിയിട്ട് വേണം ഒഴിക്കണമെങ്കിൽ, ഒരുപാട് ഒഴിക്കാൻ പാടില്ല. നമുക്കിതിനെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ അരഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മുടെ ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കണം. മല്ലിയില ചമ്മന്തി ഇത് പറയുമ്പോൾ എല്ലാ ഫുഡിൽ കൂടി നമുക്ക് കഴിക്കാം. ഇഡ്ഡലി, ദോശ, ബിരിയാണി, ഇനി എന്ത് സാധനം ആയിക്കോട്ടെ നമുക്ക് കഴിക്കാം. അപ്പം നമ്മുടെ അവിടെ എന്തെങ്കിലും പെട്ടെന്ന് കൂടുതൽ മല്ലിയില ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഇതേപോലെ വറുത്തരച്ചതുപോലെ അല്ലെങ്കിൽ പച്ചയ്ക്ക് നേരിട്ട് ഇതേപോലെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അരച്ചാൽ നമുക്ക് രാവിലത്തെ ഒരു ചമ്മന്തിയായി. ഒരു ഏത് ചോറിനായിക്കോട്ടെ എന്തിനായിക്കോട്ടെ നമുക്ക് ഈ ചമ്മന്തി നന്നായിരിക്കും കഴിക്കാൻ, നല്ല ടേസ്റ്റിയും ആയിരിക്കും. ഇതേപോലെ എല്ലാവരും ചമ്മന്തി ഉണ്ടാക്കുക, എന്നിട്ട് എനിക്ക് അഭിപ്രായങ്ങളൊക്കെ അയയ്ക്കുക. അപ്പം അടുത്ത വീഡിയോ ഇതിനേക്കാളും നല്ല കിടിലമായിട്ടൊരു വീഡിയോ ഞാൻ അയക്കുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.